ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ബ്രെഡ് ഓംപ്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 മുട്ടയാണ് വേണ്ടത്. കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള മുട്ട നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ മുട്ട നമുക്ക് ഒരു ബോളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. പിന്നീട് കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ ഒരു 5 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ ബ്രെഡിൻ്റെ നടുക്ക് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ഈ കട്ട് ചെയ്യുന്നോട്ട് സൈഡ് കട്ട് ചെയ്ത് എടുക്കുക. ഇത്തരത്തിൽ ബ്രെഡ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ എടുക്കുക. പാനിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ഈ ഒരു പോർഷൻ ഇവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്തോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ചീസും കൂടെ വെക്കുന്നുണ്ട്. സ്ലൈസ് ചീസാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ബ്രെഡും കൂടെ അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റോളം നമുക്കൊന്ന് വേവിക്കാം. എന്നിട്ട് അത് തിരിച്ചിടാം. മറുഭാഗം കൂടെ ഒന്ന് വെന്ത് വരേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മറ്റേ സൈഡും കൂടെ ഒന്ന് കുക്കായി വരട്ടെ. നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റോളം വേവിച്ചാൽ മതിയാവും. മുട്ടയായതുകൊണ്ട് അധികം വേവിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്തരത്തിൽ ബാക്കിയുള്ള ബ്രെഡും കൂടെ ചെയ്തെടുക്കാം.